ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനിത. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC എഡ്യൂ ടിപ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ 3 എണ്ണമാണ്: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപൻ നദികളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് സിന്ധു നദിയെക്കുറിച്ചാണ്. സിന്ധു നദി. സിന്ധു എന്ന സംസ്കൃത പദത്തിനർത്ഥം സമുദ്രം അഥവാ നദി. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസരോവറിന് അടുത്തുള്ള ബോഗാർചു ഗ്ലേസിയർ. തെറ്റിക്കരുത്. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ബോഗാർചു ഗ്ലേസിയർ. ചോദിക്കുന്നതാണ് എക്സാമിന്. സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്റർ. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരമാണ് 709 കിലോമീറ്റർ. രണ്ടും ഓർത്തിരിക്കുക. സിന്ധു നദി ആകെ നീളം ചോദിച്ചാൽ 2880 കിലോമീറ്റർ എങ്കിൽ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണ്? 709 കിലോമീറ്റർ. അപ്പോൾ ഓപ്ഷൻ നോക്കി എഴുതുക. 709 കിലോമീറ്റർ എന്നാണെങ്കിൽ അത് എഴുതുക. ഇനി സിന്ധുവിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഋഗ്വേദങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ്. അടുത്തത്, ലഡാക്കിലെ പട്ടണത്തെ ചുറ്റി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന നദി സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സിന്ധു. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഏതാണ്? സിന്ധു നദിയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു. പാകിസ്ഥാൻ്റെ ജീവരേഖ, പാകിസ്ഥാൻ്റെ ദേശീയ നദി, ഇതൊക്കെ ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധു. ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് പറഞ്ഞത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധു. ഇങ്ങനെയും ചോദിക്കാം, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. അങ്ങനെ 3 പോയിൻ്റാണ്. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി. 2, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. 3, അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. ഇനി നമുക്ക് സിന്ധുവിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഝലം, രണ്ടാമത്തത് ചിനാബ്, 3 രവി, 4 ബിയാസ്, 5 സത്ലജ്. ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇനി ഈ പോഷക നദികളുടെ പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന പേര് ചോദിക്കാറുണ്ട്. പറയാം. സത്ലജ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ശതഭ്രു. 2 രവി പരുഷണി. 3 ബിയാസ് വിപാസ. 4 ചിനാബ് അസ്ഗണി ചന്ദ്രബാധ. 5 ഝലം വിദാസ്ത. എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏത്? ഈ നമ്മുടെ കഴിഞ്ഞ 10 പ്രിലിംസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഉത്തരം ലേ. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ ആണ്. ഇനി സിന്ധു നദിയുടെ പോഷക നദിയായ സത്ലജിനെ കുറിച്ച് പഠിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. 2, തിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്ലജ്. 3, ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ്.
4. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദി ചോദിച്ചാൽ സത്ലജ്. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയാണ് സത്ലജ് യമുന ലിങ്ക് കനാൽ, SYL. എന്താണ്? സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയാണ് സത്ലജ് യമുന ലിങ്ക് കനാൽ അഥവാ SYL. സത്ലജ് ഒഴുകുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ 3 എണ്ണമാണ്. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. ഒഴുകുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. എങ്കിൽ ഒഴുകുന്ന സംസ്ഥാനം ചോദിച്ചാലോ 2 എണ്ണമാണ്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. അടുത്തത് ഒഴുകുന്ന നഗരങ്ങൾ ചോദിച്ചാൽ സിംല, ഫിറോസ്പൂർ, ലുധിയാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ അണക്കെട്ട് എവിടെയാണ്? സത്ലജ് നദിയിലാണ്. അതെവിടെയാണ്? പഞ്ചാബ്. അടുത്തത് ബക്രാനങ്കൽ അണക്കെട്ട് മൂലമുള്ള ജലസംഭരണി അറിയപ്പെടുന്നത് ഗോവിന്ദ് സാഗർ. ബക്രാനങ്കൽ അണക്കെട്ട് മൂലമുള്ള ജലസംഭരണി അറിയപ്പെടുന്നത് ഗോവിന്ദ് സാഗർ. ഏറ്റവും വലിയ കൃത്രിമ തടാകമാണ് ഏത്? ഗോവിന്ദ് സാഗർ. ഗോവിന്ദ് സാഗർ ജലം വഹിക്കുന്ന കനാൽ ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി കനാൽ. ഇത് ഞാൻ ആദ്യം പറഞ്ഞു. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? സത്ലജ്. അത് കണക്ട് ചെയ്ത് പഠിക്കണേ. അപ്പം എന്താ പറഞ്ഞത്? ഗോവിന്ദ് സാഗർ ജലം വഹിക്കുന്ന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഈ ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ സത്ലജ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ചോദിച്ചാലും ഇന്ദിരാഗാന്ധി കനാൽ. അപ്പോൾ 2 പോയിന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഇന്ദിരാഗാന്ധി കനാലാണ്. ഗോവിന്ദ് സാഗർ ജലം വഹിക്കുന്ന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. രണ്ടാമത്തെ നദി ചിനാബ്. ചാന്ദ്ര, ഭാഗ എന്നീ നദികൾ യോജിച്ച് രൂപം കൊള്ളുന്ന നദിയാണ് ചിനാബ്. ഏതൊക്കെയാണ്? ചാന്ദ്ര, ഭാഗ എന്നീ നദികൾ യോജിച്ച് രൂപം കൊള്ളുന്ന നദി ചോദിച്ചാൽ ചിനാബാണ്. ഇതിൽ ഓർത്തിരിക്കേണ്ടത് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ ചിനാബാണ്. അപ്പം മുമ്പേ പറഞ്ഞ സത്ലജുമായിട്ട് തെറ്റിച്ച് കളയരുത്. അത് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ചോദിച്ചാൽ സത്ലജ്. ഇപ്പം ഞാൻ എന്താണ് പറഞ്ഞത്? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാമാണ് ബഗ്ലിഹാർ ഡാം. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ബഗ്ലിഹാർ ഡാം. എവിടെയാണത്? ജമ്മു കാശ്മീർ. ഈ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് സലാൽ. അപ്പോൾ കണക്ഷൻ പറഞ്ഞതേ ഉള്ളൂ, കണക്റ്റഡ് ഫാക്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ചോദിച്ചാൽ ബഗ്ലിഹാർ ഡാം എവിടെയാണ്? ജമ്മു കാശ്മീരിൽ. ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി സലാൽ. അടുത്തത് രവി. രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളു മലകളിൽ നിന്ന്. രവി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കുളു മലകളിൽ നിന്ന്. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെട്ടിരുന്നത് രവിയാണ്. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെട്ടിരുന്നത് രവി. രണ്ടാമത്തെ ഒരു പോയിന്റ്, സിന്ധു നദീതട സംസ്കാരത്തിലെ കേന്ദ്രമായ ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരമാണ് രവി. 3, നൂർജഹാന്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി.
1930 ജനുവരി 26 ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തിയ നദീതീരം. ഒന്നുകൂടെ പറയാം. 1930 ജനുവരി 26 ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തിയ നദീതീരമാണ് രവി. തേൻ ഡാം അഥവാ രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്. എന്താണ് പറഞ്ഞത്? രഞ്ജിത് സാഗർ ഡാം അഥവാ തേൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്. അടുത്തത് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി. മഹാറാണ പ്രതാപ് സാഗർ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബിയാസിലാണ്. മഹാറാണ പ്രതാപ് സാഗർ ഡാം അണക്കെട്ട് ബിയാസ് നദിയിലാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബിലാണ്. അടുത്തത് ഝലം നദിയെക്കുറിച്ചാണ്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി. ഝലം ഇമ്പോർട്ടൻ്റ് ആണ്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ചോദിച്ചാൽ ഝലം. 2 ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഝലം. അടുത്തത് ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും ഝലം. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരം ഝലം. ഒരു പോയിന്റ് കൂടി. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന അണക്കെട്ടായിരുന്നു ഇത് കിഷൻ ഗംഗ. സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. ശ്രീനഗറിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും ഝലമാണ്. അപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരെണ്ണമുണ്ട്. ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജലവൈദ്യുത പദ്ധതി എന്ന് ഞാൻ പറഞ്ഞത് ഉറി. ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി. ഇത്രയും കാര്യങ്ങളാണ് ഝലം നദിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ പറഞ്ഞ നദികളിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളുണ്ട്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ ബിയാസ് ആണ്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദി ബിയാസ്. എങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്ന നദി സത്ലജ്. ഹെസിഡ്രോസ്, സത്ലജ്, ഹൈഫാസിസ്, ബിയാസ്. തെറ്റിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളിൽ ഒന്നായ സിന്ധു നദിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ആയിട്ട് ഗംഗാ നദിയുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. ബൈ.